ഹായ്, ഞാനിന്ന് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ പുതിയൊരു എക്സസൈസ് വീഡിയോ ആയിട്ടാണ് വന്നത്. ബാക്ക് മസിൽസിന് കരുത്ത് വർദ്ധിപ്പിക്കാൻ പറ്റിയ കുറച്ച് എക്സസൈസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്. സീനിയേഴ്സിന് വേണ്ടി ചെയ്യണ വീഡിയോ ആയതുകൊണ്ട് ഞാനത് കൺസിഡർ ചെയ്ത് കുറച്ച് സിമ്പിളായിട്ടുള്ളതും പക്ഷേ ഇഫക്റ്റീവായിട്ടുള്ള നല്ല വർക്കൗട്ടുകളാണ് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ എക്സസൈസുകൾ എന്താണെന്ന് നോക്കുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു സിവിയർ ബാക്ക് പെയിനോ അല്ലെങ്കിൽ ബാക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യണവരാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഉപദേശം എടുത്തതിന് ശേഷം മാത്രം ഞാൻ ഈ ചെയ്യണ എക്സസൈസുകൾ ചെയ്യുക. അല്ല, നിങ്ങളൊരു റെഗുലർ നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ബാക്കിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സസൈസുകൾ ഫോളോ ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ എക്സസൈസുകൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ക് മസിലുകളെ സപ്പോർട്ട് ചെയ്യണത്, അതായത് നമ്മുടെ സ്പൈനിനെ സപ്പോർട്ട് ചെയ്യണത് ഒരു കൂട്ടം മസിൽസാണ്. അതിൽ നമ്മുടെ കോർ മസിൽസ് പെടും, നമ്മുടെ ഹിപ്പിൻ്റെ മസിൽസ് പെടും, നമ്മുടെ ബാക്കിലെ മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മസിലുകളുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം മസിൽ ഗ്രൂപ്പുകളാണ് നമ്മുടെ സ്പൈനിനെ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഈ മസിലുകൾ സ്ട്രോങ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിന് കുറച്ചും കൂടി സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ഡെയിലി ലൈഫ് കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കുനിഞ്ഞെടുക്കുക, എന്തെങ്കിലും ഒരു സാധനം ലിഫ്റ്റ് ചെയ്യുക, നടക്കുക, ഓടുക, അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ബാക്ക് മസിൽസും സ്പൈനും സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ ഇതെല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മസിൽ ഗ്രൂപ്പുകളെ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഫോം ചെയ്തതാണ് ഒരു വർക്കൗട്ട് റുട്ടീനാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായി ചെയ്യാൻ പോണ എക്സസൈസിനെ ബേർഡ് ഡോഗ് എന്ന് പറയും. ഒരു സിമ്പിൾ എക്സസൈസാണ്. നമ്മുടെ ബാക്ക് മസിൽസും നമ്മുടെ കോർ മസിൽസും സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതിലൂടെ നമ്മുടെ സ്പൈനിന് കൂടുതൽ സ്റ്റെബിലിറ്റിയും സപ്പോർട്ടും കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ്. നമുക്ക് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇത് നമ്മൾ ഫ്ലോറിൽ ചെയ്യണ ഒരു എക്സസൈസാണ്. ഞാൻ ആദ്യം എക്സസൈസ് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളിതുപോലെ നമ്മുടെ മുട്ടിലും കൈകളും കുത്തി നിന്നതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് കാലും ഓപ്പോസിറ്റ് കൈയുമാണ് മൂവ് ചെയ്യണത്. നമ്മൾ ഓപ്പോസിറ്റ് കാല് ഇതുപോലെ പുറകിലേക്ക് നീട്ടുക. അപ്പോൾ ഓപ്പോസിറ്റായിട്ടുള്ള കൈ മുമ്പിലേക്ക് നീട്ടാം. തിരിച്ച് ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇടത്തെ കാലും വലത്തെ കൈയും ഇതുപോലെ ചെയ്യുക. അത് തിരിച്ച് കൊണ്ടുവരിക. വീണ്ടും ഓപ്പോസിറ്റ് കൈയും കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവരിക. വലത്തെ കൈയും ഇടത്തെ കാലും തിരിച്ചു കൊണ്ടുവരിക. സിമ്പിൾ എക്സസൈസാണ്. ഇത്രയേ ഉള്ളൂ എക്സസൈസ്. നമ്മൾ ഇത് 3 സെറ്റ് അല്ലെങ്കിൽ 2 സെറ്റാണ് ചെയ്യാൻ പോണത്. അത് നിങ്ങളുടെ ആരോഗ്യനില അനുസരിച്ച് ചെയ്യാം. ഒരു സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു സൈഡിൽ നമ്മളൊരു 6 എണ്ണോ 8 എണ്ണോ ചെയ്യാം. അതായത് മൊത്തം ഒരു 12 എണ്ണം ഒരു സെറ്റിൽ ചെയ്യാം. 12 എണ്ണം ചെയ്യണത് ഒരു സെറ്റ്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അടുത്ത സെറ്റ് ചെയ്യാം. വീണ്ടും 3ാമത്തെ സെറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അടുത്ത സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ബാക്കി 2 സെറ്റ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം. അപ്പോൾ ഒരു സെറ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം. നമ്മൾ 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈസി. 1, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 2, 3, 4, 5, 6. നിങ്ങൾക്ക് എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പുഷ് ചെയ്യണ്ട. 7, 8, 9, 10, 11, 12. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 3 സെറ്റോ 2 സെറ്റോ ചെയ്യാം. ഒരു സെറ്റിൽ ഒരു 12 എണ്ണമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണ കൗണ്ട്. അതല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതലോ കുറവോ ചെയ്യണമെങ്കിൽ അതായാലും ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു പെയിൻ പോയിൻറ്റിലേക്ക്, വേദന എടുക്കുന്ന പോയിൻറ്റിലേക്ക് എത്തിക്കേണ്ട. എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള വേദനകൾ എടുക്കുന്നുണ്ടെങ്കിൽ എക്സസൈസ് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട. ഈ എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം.
അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസിനെ ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയും. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഫ്ലോറിൽ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണ മസിലുകൾ നമ്മുടെ ഗ്ലൂട്ട് മസിൽസാണ്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂട്ട് മസിൽസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ലോവർ ബാക്കുമേ ഉള്ള, അതായത് ഈ ഭാഗത്തുള്ള ശരീരത്തിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. ഗ്ലൂട്ട് മസിൽസ് നമ്മുടെ ബാക്കിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യും ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ബാക്ക് മസിലിമേ ഉള്ള, പുറകിലത്തെ മസിലുകളുമേ സ്പൈനുമേ ഉള്ള സ്ട്രെസ്സും ടെൻഷനും കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് സഹായിക്കും ഗ്ലൂട്ട് മസിൽസ് സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്നുള്ള എക്സസൈസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇതിന് മുമ്പുള്ള എക്സസൈസ് ചെയ്ത പോലെ ഇനിയുള്ള എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് 3 സെറ്റോ 2 സെറ്റോ ചെയ്യാം. ഞാനിതിൽ റെക്കമെൻഡ് ചെയ്യണ നമ്പർ 8 തൊട്ട് 12 വരെയാണ് ഞാൻ ഈ ഒരു സെറ്റിൽ കൗണ്ട് റെക്കമെൻഡ് ചെയ്യണത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറിയതിന് ശേഷം അടുത്ത സെറ്റ് ചെയ്യുക. ഞാൻ എക്സസൈസ് എന്താണെന്ന് കാണിച്ചു തരാം. ഈ എക്സസൈസ് ചെയ്യാൻ നമ്മൾ കാലുകൾ ഇതുപോലെ മടക്കി വെച്ച് ഫ്ലോറിൽ കിടക്കുക. ഞാൻ ആദ്യം എക്സസൈസ് കാണിച്ചു തരാം. അതിന് ശേഷം ബോഡി ഇതുപോലെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. താഴേക്ക് കൊണ്ടുവരിക, മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, 2, താഴേക്ക് കൊണ്ടുവരിക, 3, 4. ഇത് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ബാക്ക് ആർച്ച് ചെയ്യുക എന്നുള്ളതാണ്, ബാക്ക് വളച്ച് പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുകളിലേക്ക് പൊങ്ങുമ്പോൾ നമ്മുടെ ബോഡി എല്ലാം ഏകദേശം ഒരു ലൈനിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ലൈനിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ നടു വളച്ച് പിടിക്കരുത്, അത്രയും പൊക്കേണ്ട കാര്യമില്ല. ഈ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വയറിൻ്റെ മസിലുകൾ കുറച്ച് നിങ്ങൾക്ക് പറ്റണ പോലെ സ്ക്വീസ് ചെയ്ത് പിടിക്കുക. വയറിൻ്റെ മസിലുകൾക്ക് കുറച്ച് ബലം കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. വയറിൻ്റെ മസിലുകൾ ഇച്ചിരി ടൈറ്റ് ചെയ്ത് പതിയെ കൺട്രോൾ ചെയ്ത് മുകളിലേക്ക് പോവുക. താഴേക്ക് കൺട്രോൾ ചെയ്ത് വരിക. ചുമ്മാ ഇങ്ങനെ ചെയ്യരുത്. പതിയെ ലിഫ്റ്റ് ചെയ്യുക. അവിടെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. താഴേക്ക് പതിയെ വരിക. വീണ്ടും പോവുക. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. താഴേക്ക് വരിക. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതാണ് എക്സസൈസ്. നമ്മളിപ്പോൾ ഇതുപോലെ 12 എണ്ണം ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് 8 എണ്ണമോ 12 എണ്ണമോ അതിൽ കൂടുതലോ ചെയ്യാം. അത് നിങ്ങളുടെ ആരോഗ്യനില അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ചെയ്യണത്. ഈസി. 1, 2, 3, 4, 5, 6, 7, 8. നിങ്ങൾ 8 എണ്ണത്തിൻ്റെ സെറ്റാണ് ചെയ്യണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള വേദനകളുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പുഷ് ചെയ്ത് പിന്നെയും ചെയ്യേണ്ട. അവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താം. അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വീണ്ടും 4 എണ്ണം കൂടി ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. 9, 10, 11, last one, 12.
അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. 3 സെറ്റോ 2 സെറ്റോ ചെയ്യാം നിങ്ങൾക്ക്. ഓരോ സെറ്റിൻ്റെ ഇടയിലും 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നിങ്ങളുടെ ക്ഷീണം മാറിയതിന് ശേഷം അടുത്ത സെറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഈ എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എക്സസൈസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സസൈസിനെ ചെയർ സ്ക്വാട്ട്സ് എന്ന് പറയും. ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എക്സസൈസാണ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. ഈ വീഡിയോയിൽ തന്നെ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള എക്സസൈസ് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിനെ സപ്പോർട്ട് ചെയ്യാണ്. കോർ മസിൽസ്, നമ്മുടെ തുടയുടെ തൈസിൻ്റെ ക്വാഡ്രൈസെപ്സ് മസിൽസ്, അതുപോലെ നമ്മുടെ ബാക്കിലെ ഗ്ലൂട്ട്സ് മസിൽസ്, ഈ 3 മസിൽ ഗ്രൂപ്പുകളും നമ്മുടെ സ്പൈനിനെ സപ്പോർട്ട് ചെയ്യണതിൽ, നമ്മുടെ നട്ടെല്ലിനെ സപ്പോർട്ട് ചെയ്യണതിൽ ഒരുപാട് പങ്കുള്ള മസിൽ ഗ്രൂപ്പുകളാണ്. ഈ 3 മസിൽ ഗ്രൂപ്പുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ചെയർ സ്ക്വാട്ട്സ് എന്നുള്ളത്. സിമ്പിൾ എക്സസൈസാണ്. നിങ്ങളൊരു 12 എണ്ണത്തിൻ്റെയോ 15 എണ്ണത്തിൻ്റെയോ 3 സെറ്റോ 2 സെറ്റോ ചെയ്യാം. അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ച്. എല്ലാ തവണയും പറയാറുള്ള പോലെ ഓരോ സെറ്റ് കഴിയുമ്പോഴും 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ആദ്യം ഞാൻ എക്സസൈസ് എന്താണെന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്. ആദ്യം ഒരു കസേര വേണം. ഒരു കസേര ഉപയോഗിച്ചാണ് എക്സസൈസ് ചെയ്യണത്. നിങ്ങളെ കസേരയിൽ പതിയെ ഇരിക്കുക, എഴുന്നേൽക്കുക, ഇരിക്കുക, എഴുന്നേൽക്കുക. ബോഡി അപ്രൈറ്റ് പൊസിഷനിലായിരിക്കണം. നടു ഒരുപാട് വളയ്ക്കാതെ സ്ട്രെയിറ്റാക്കി അപ്രൈറ്റായി നിന്നതിന് ശേഷം ഇരിക്കുക, എഴുന്നേൽക്കുക. ഈ എക്സസൈസ് നമുക്കിപ്പോൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ 12 എണ്ണമാണ് ഒരു സെറ്റിൽ ചെയ്യണത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ഈസി. 1, 2, 3. ബ്രീത്ത് ഔട്ട് ചെയ്യുക. 4. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. 5. ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അത് ചെയ്യാൻ മറക്കരുത്. എല്ലാ എക്സസൈസിലും ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. അതുപോലെ തന്നെ ഞാൻ എല്ലാ തവണയും പറയാറുള്ള കാര്യമാണ്, ആ ഒരു പെയിൻ പോയിൻറ്റിലേക്ക് എത്തണതിന് മുമ്പ് നിങ്ങൾ എക്സസൈസ് വേണമെങ്കിൽ നിർത്താം. അതല്ല കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം. 11, 12. ഞാൻ ഈ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കുകയും കാര്യങ്ങൾ പറയണതിൻ്റെ ഇടയിൽ എനിക്ക് കൗണ്ടൊന്നും മിസ്സായിപ്പോയി. 12 എണ്ണോ അതിൽ കൂടുതൽ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു 12 എണ്ണത്തിൻ്റെയോ 15 എണ്ണത്തിൻ്റെയോ സെറ്റ് ചെയ്യുക. 3 സെറ്റോ 2 സെറ്റോ ചെയ്യുക. അതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കാൻ മറന്നു പോകരുത്. നമുക്ക് അടുത്ത എക്സസൈസ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എല്ലാവരും അറിഞ്ഞിരുന്നാൽ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു എക്സസൈസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ വാൾ ഹിപ്പ് ഹിഞ്ച് എന്ന് പറയും. ഒരു ഭിത്തിയുടെ സപ്പോർട്ടോടെ നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ മസിലുകൾ, നമ്മുടെ അരക്കെട്ട് മസിലുകളും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂട്ട് മസിലുകളും സ്ട്രെങ്തൻ ആയവൻ കരുത്ത് വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതിലൂടെ നമ്മുടെ നട്ടലിന് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ചെയ്യണ ഒരു എക്സസൈസാണിത്. ഇത് ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. 1, നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കും. 2, നമ്മുടെ ബാക്കിൻ്റെ, നമ്മുടെ നടുവിൻ്റെ സേഫ്റ്റി പരിഗണിച്ച് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പഠിക്കാൻ പറ്റും. നമ്മൾ സാധാരണ എല്ലാവരും നിലത്തുനിന്ന് ഒരു സാധനം കുനിഞ്ഞെടുക്കുക എന്നുള്ളത് ഇതുപോലെ നടു വളച്ചായിരിക്കും കുനിയുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ നടു വളച്ച് കുനിയുന്നതിന് പകരം നമ്മൾ നമ്മുടെ നടു നേരെ വെച്ച് മുട്ട് ബെൻഡ് ചെയ്ത് കുനിഞ്ഞൊരു വസ്തു നിലത്തുനിന്ന്, അതായത് ഇതുപോലെ റൗണ്ട് ചെയ്ത് വളയാതെ കാല് വളച്ച് മുട്ട് ബെൻഡ് ചെയ്ത് നടു നേരെ വെച്ചൊരു സാധനം നിലത്തുനിന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ലിഫ്റ്റിംഗ്. അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നടുവുമേക്കുള്ള സ്ട്രെസ് ഒരുപാട് കുറയും. ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കൂടി
ഹെൽപ്പ് ചെയ്യണ ഒരു എക്സസൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ എക്സസൈസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സസൈസ് എന്താണെന്ന് കാണിച്ചു തരാം, കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട ചെയ്തു നോക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോണ എക്സസൈസ് ചെയ്യുമ്പോൾ സൈഡ് ആംഗിൾ ആയിരിക്കും കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ മുമ്പിൽ നിന്ന് ഷൂട്ട് ചെയ്യണത് മാറ്റിയിട്ട് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. സൈഡിൽ നിന്ന് ചെയ്ത് കാണിക്കണമായിരിക്കും ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു ഭിത്തിയോട് ചേർന്ന് നിൽക്കുക. അതിനുശേഷം നമ്മളൊരു സ്റ്റെപ്പ് ഒരു ഫീറ്റ് സ്റ്റെപ്പ് കയറ്റി വയ്ക്കുക. അതിനോട് ചേർത്ത് നമ്മുടെ കാലുകൾ രണ്ടും ഒരുമിച്ച് വയ്ക്കുക. പിന്നീട് ഷോൾഡർ ലെങ്ത്തിൽ നമ്മുടെ കാല് വെച്ചതിന് ശേഷം കൈകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. പിന്നെ നടു വളയ്ക്കാതെ, നടു റൗണ്ട് ചെയ്യാതെ നമ്മളിതുപോലെ മുമ്പിലേക്ക് കുനിയുക. അപ്പോൾ നമ്മുടെ ബാക്ക് ഭിത്തിയിലേക്ക് തട്ടാൻ മാതിരി കുനിയുക. അതിനുശേഷം പതിയെ ഫ്രണ്ടിലേക്ക് പൊങ്ങുക. നമ്മുടെ നടു വളയ്ക്കാതെ റൗണ്ട് ചെയ്യാതെ ചെയ്യാമെന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. അതിൽ മിസ്റ്റേക്ക് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇതുപോലെ നടു വളച്ച് ഇങ്ങനെ മുട്ടിച്ച് എഴുന്നേക്കും. അങ്ങനെ ചെയ്യാതെ ബാക്ക് സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. ഈ ഭാഗം വളയ്ക്കാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഭിത്തിയിൽ ടച്ച് ചെയ്യുക, എഴുന്നേക്കുക. ഭിത്തിയിൽ ടച്ച് ചെയ്യുക, എഴുന്നേക്കുക. ടച്ച് ചെയ്യുക, എഴുന്നേക്കുക. ഇങ്ങനെ നടു വളയ്ക്കാതെ ഇതുപോലെ പതിയെ താഴ്ന്നതിനെയാണ് ഹിഞ്ച് എന്ന് പറയണത്. അതുകൊണ്ടാണ് ഇതിനെ വാൾ ഹിപ്പ് ഹിഞ്ച് എന്ന് വിളിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചാൽ നമ്മുടെ നടുവിലൊരു വടി കെട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒരു വടി നമ്മുടെ പുറത്ത് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വളയാൻ പറ്റില്ലല്ലോ. ഇതുപോലെയല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സങ്കല്പിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് 2 സെറ്റോ 3 സെറ്റോ ചെയ്യാം. ഒരു സെറ്റിൽ ഒരു 8 എണ്ണം ചെയ്താൽ മതി. ഓരോ സെറ്റിൻ്റെ ഇടയിലും 2 or 3 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് അടുത്ത സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 8 എണ്ണം കംപ്ലീറ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. 1 2 3 4 5 6 മൂവ്മെൻറ്റുകൾ കൺട്രോൾ ചെയ്ത് സ്ലോ ആയി ചെയ്യുക. 7 8 നിങ്ങൾക്ക് വേണമെങ്കിൽ 8 എണ്ണത്തിൽ കൂടുതൽ ചെയ്യാം. അതല്ല 8 എണ്ണം ചെയ്താലും ഓക്കെയാണ്. എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹിഞ്ച് എന്നുള്ള മൂവ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് നിലത്തുനിന്ന് ഇനി ഒരു സാധനം എടുക്കുമ്പോൾ ഇതുപോലെ കുനിഞ്ഞെടുക്കാതെ വെയിറ്റുള്ളൊരു സാധനമാണെങ്കിൽ മുട്ടുകൾ ബെൻഡ് ചെയ്ത് നമ്മളിപ്പോൾ ചെയ്ത ഹിഞ്ച് പൊസിഷനിൽ ഇതുപോലെ ഒരു സാധനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത എക്സസൈസും ലാസ്റ്റ് എക്സസൈസും എന്താണെന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസാണ് സ്റ്റാൻഡിങ് ബാക്ക് എക്സ്റ്റൻഷൻ എന്നുള്ളത്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ നടുവിനെ, നമ്മുടെ നട്ടലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കുറച്ച് മസിൽസിനെയാണ് നമ്മൾ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. അതിൽ നമ്മുടെ ഗ്ലൂട്ട് മസിൽസ് ഉണ്ട്, നമ്മുടെ ബാക്കിലെ മസിലുകളുണ്ട്, നമ്മുടെ ഹിപ്പ് മസിൽസ് ഉണ്ട്. അങ്ങനെ കുറച്ച് മസിൽ ഗ്രൂപ്പുകളെ സ്ട്രെങ്തൻ ചെയ്ത് കരുത്ത് വർദ്ധിപ്പിച്ച് നമ്മുടെ നട്ടലിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസിൻ്റെ ഉദ്ദേശം. ഒരു സിമ്പിൾ എക്സസൈസാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നിന്ന് നിങ്ങളുടെ നടുവിൻ്റെ ഈ ഒരു ഭാഗത്തായി കൈകൊണ്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഇതുപോലെ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സസൈസ്. ഒരുപാട് ഇങ്ങനെ വളയണ്ട, ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുക നടുവിൻ്റെ. അതിനുശേഷം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു സിമ്പിൾ എക്സസൈസാണ്. ഇത് നിങ്ങളൊരു 8 എണ്ണോ 10 എണ്ണോ ചെയ്താൽ മതി. അതിൻ്റെ ഒരു 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു സെറ്റിൽ 8 എണ്ണം, 3 or 2 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ സെറ്റിൻ്റെ ഇടയിലും 2 or 3 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷീണം മാറണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുക. അതുപോലെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള വേദനകൾ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട, പിന്നെ ഒരുപാട് പുഷ് ചെയ്യേണ്ട.
സിമ്പിളായി റിലാക്സ് ചെയ്ത് ചെയ്യാം. ഈസി. 1 2 3 4 5. Breathe in, breathe out. 6 7 ലാസ്റ്റ് വൺ. അപ്പോൾ ഈ 5 എക്സസൈസുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ എക്സസൈസുകളും വർക്കൗട്ട് റുട്ടീനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബാക്ക് മസിൽസിനെ സപ്പോർട്ട്, അതായത് നമ്മുടെ നട്ടെല്ലിനെ സപ്പോർട്ട് ചെയ്യണ മസിൽ ഗ്രൂപ്പുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള എക്സസൈസുകളാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്ത് ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെയും അടുത്ത ദിവസം ഇത് പിന്നെയും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ ഫിറ്റ്നസ് വീഡിയോസായിട്ട് ഞാൻ ഈ ചാനലിൽ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.